അപ്പോൾ ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചെടി. ഈ നിൽക്കുന്നതാണ് ശംഖുപുഷ്പം. നീല കളറിലുള്ള ശംഖുപുഷ്പമാണിത്. അപ്പോൾ ഇത് കോക്ടെയിൽസ്, കോസ്മെറ്റിക്സ്, ഹെർബൽ ടീ, അതായത് കഫൈൻ ഫ്രീ ബ്ലൂ ടീ ഒക്കെ ഉപയോഗിക്കുന്ന എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ്. ഇത് കഴിച്ചാൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൈറ്റിൽ പറയുന്നത് എന്തെന്നാൽ ഇത് ഹെൽത്തി ഹെയർ, ഹെൽത്തി സ്കിൻ, വെയ്റ്റ് ലോസ്, കൂടാതെ ഇതിന് അലിവേറ്റ് ഇൻഫ്ലമേഷൻ തടയുന്നതിന്, ക്യാൻസർ സെൽസിൻ്റെ വളർച്ച തടയുന്നതിന്, പിന്നെ ഇമ്മ്യൂൺ ഫങ്ഷൻ സിമുലേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ ടീയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല കളർഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്ലവർ ഇട്ട് തിളപ്പിക്കേണ്ട വരും. തിളപ്പിച്ച് ഫ്ലവറിൻ്റെ കംപ്ലീറ്റ് പിഗ്മെൻറ്റേഷൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവർ എറൗണ്ട് വെള്ളയാവും അത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ബ്ലൂ ടീ ആണ്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ ശംഖുപുഷ്പം എന്ന് പറയും, ഇംഗ്ലീഷിൽ ബട്ടർഫ്ലൈ പീ ഫ്ലവർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ കഫേസിലൊക്കെ ഇപ്പോൾ ബ്ലൂ ടീയും ഹിബിസ്കസ് ടീയും എല്ലാം വരുന്നുണ്ട്. ഇതിന് ലാർജ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പലരും മെനുവിൽ ഉൾപ്പെടുത്തുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് പലയിടത്തും വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെറുതെ ഈ പറഞ്ഞ ശംഖുപുഷ്പത്തിൻ്റെ അതിൻ്റെ ഫ്ലവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇട്ട് തിളപ്പിച്ച് നമുക്ക് അത്യാവശ്യം നല്ല ഇങ്ങനത്തെ ഒരു എലഗൻ കളർ കിട്ടും. ഇത്ര എലഗൻ കളറിലേക്ക് നമുക്കിതിൻ്റെ ഡീപ്പ് ബ്ലൂ ആക്കാം, ഇതുമാതിരി തന്നെ ലൈറ്റ് ബ്ലൂ ആക്കാം. അത് നമ്മൾ തിളപ്പിക്കുന്ന ടൈം വെച്ചിട്ടും നമ്മൾ ഇടുന്ന മറ്റേ ഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി വെച്ചുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ജസ്റ്റ് വെള്ളത്തിൽ ഹീറ്റ് ചെയ്ത് കുടിക്കാം. അത് പക്ഷേ നോർമൽ വെള്ളത്തിൻ്റെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരു ബ്ലൂ ടീ ഫ്ലേവർ എന്നുള്ള രീതിയിൽ നമ്മൾ ലൈമിന് പകരം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചൈനീസ് ഓറഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ചൈനീസ് ഓറഞ്ച് ഇതിലേക്ക് പിഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്തത് അത്രയും നല്ലതാണ്. പക്ഷേ ഹെൽത്ത് വൈസ് ഷുഗർ ആഡ് ചെയ്ത് സംഭവം കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നമ്മൾ ലൈമൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഓൾസോ ഇറ്റ് ഈസ് ഹെൽത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ചൈനീസ് ഓറഞ്ച് നമ്മൾ ആഡ് ചെയ്തപ്പോഴേക്കും ഇതിൻ്റെ കളർ പേർപ്പിൾ കളറായി. ഇപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസ് അറിയാം. ഇത് നമ്മുടെ നോർമൽ ബ്ലൂ ടീ, അപ്പോൾ അതിൻ്റെ കളറ് ബ്ലൂ ആണ്. ജസ്റ്റ് ഫ്ലവർ വെച്ച് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്തതാണ്. മറ്റത് വരുമ്പോൾ ചൈനീസ് ഓറഞ്ചും കൂടെ ആഡ് ചെയ്തപ്പോൾ അതിന് നല്ല പേർപ്പിൾ കളർ വന്നു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നു. 1.5 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. സംഭവം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് ഐറ്റം. അതിന് പറഞ്ഞ ഒരു ലൈറ്റ് ബ്ലൂ കളറ്, ഇതുപോലെ ഒരു പേർപ്പിൾ കളർ. സോ പ്രസൻറ്റേഷൻ വൈസ് സംഭവം നമ്മൾ കാണുമ്പോഴേക്കും തന്നെ ഒരു എലഗൻ ലുക്കാണ് ഐറ്റം. ടേസ്റ്റ് ഇത് നമ്മുടെ നോർമൽ ചൈനീസ് ഓറഞ്ച് ജ്യൂസിൻ്റെ തന്നെ ടേസ്റ്റാണ് വരുന്നത്. ചൈനീസ് ഓറഞ്ച് ആഡ് ചെയ്തപ്പോൾ പക്ഷേ ഒരു സ്ലൈറ്റായിട്ടൊരു വേറെ എന്തോ ഒരു ഫ്ലേവറിങ് സ്ലൈറ്റ് വളരെ ചെറുതായിട്ട് ഒരു മൈന്യൂട്ടായിട്ട് നെഗ്ലിജിബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വെള്ളത്തിലേക്ക് അത് മാത്രം ആഡ് ചെയ്തേക്കുന്നത്. അതിന് ചെറിയതായിട്ട് ശംഖുപുഷ്പത്തിൻ്റെ ലീഫ് ഇട്ടതിൻ്റെ ഒരു അരോമയും, പിന്നെ അതുമാതിരി തന്നെ എന്തോ വളരെ ലൈറ്റായിട്ട് നമ്മുടെ നോർമൽ വെള്ളത്തിലേക്ക് ചെറിയൊരു എന്തോ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ വരും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയാൻ പാകത്തിന് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിങ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് വരുന്നില്ല. പക്ഷെ നമുക്ക് സ്ലൈറ്റായിട്ട് നമ്മൾ നോർമൽ വെള്ളം കുടിക്കുന്നതിനേക്കാളും സ്ലൈറ്റായിട്ട് എന്തോ ഒരു ഡിഫറൻസ് തോന്നും. അതുപോലെ ചെറിയൊരു ആരോമയും വരും അതിൻ്റെ. അത് അത്യാവശ്യം ഇലകളുടെ ഒരു സ്മെല്ലാണ് അതിന് കിട്ടുന്നത്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടീ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ ഫ്ലവർ ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചൈനീസ് ഓറഞ്ച് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഒരു pH വാല്യൂ മാറുന്ന ആ ഏരിയയിൽ മാത്രം ഒരു കളർ ഡിഫറൻസ് വരുന്നത്. അത് ടോട്ടലി മുകളിലേക്ക് ഒരു കളറും താഴേക്ക് ഒരു വയലറ്റ് കളറുമായിട്ട് മാറും.